ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിലെ ഝാർസുഗുഡയിൽ 60,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. BSNLന്റെ 97,500-ലധികം പുതിയ 4G മൊബൈൽ ടവറുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ദൂരദർശന്റെയും ആകാശവാണിയുടെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. സമൂഹത്തിന്റെ ശാക്തീകരണത്തിനായി സമർപ്പിക്കപ്പെട്ടതാണ് അമൃതാനന്ദമയിയുടെ ജീവിതമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. കൊല്ലത്ത് അമൃതപുരിയിൽ അമൃതാനന്ദമയിയുടെ 72-ാം ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈജ്ഞാനിക സമൂഹമായി മാറാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് ആഗോള പിന്തുണ ഉറപ്പാക്കാൻ പ്രവാസികളുടെ സഹകരണം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നോർക്ക പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് ലീഡർഷിപ്പ് മീറ്റ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിനോദസഞ്ചാര മേഖലയെ സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാടുകളിൽ കണക്ടിവിറ്റിക്ക് സുപ്രധാന സ്ഥാനമാണുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ന്യൂഡൽഹിയിൽ ലോക വിനോദസഞ്ചാര ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് എയിംസ് അത്യാവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇക്കാര്യത്തിൽ തീരുമാനം പെട്ടെന്നുണ്ടാകണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് അയച്ച കത്തിന് അനുകൂല മറുപടിയാണ് ലഭിച്ചതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച റാന്നി പെരുന്നാട് സ്വദേശിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. നിലവിൽ രോഗി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രോഗ ഉറവിടം കണ്ടെത്താൻ ഇദ്ദേഹത്തിന്റെ വീട്ടിലെയും ജോലിസ്ഥലത്തെയും വെള്ളത്തിന്റെ സാമ്പിളുകൾ തിരുവനന്തപുരം റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വീണ്ടും അവസരം. കരട് വോട്ടർ പട്ടിക തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 14 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തനങ്ങൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മുതിർന്ന BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് ബീഹാറിലെ പാർട്ടി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം RJD നേതാവ് തേജസ്വി പ്രസാദ് യാദവ് പട്നയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. രാജ്യവ്യാപകമായി നടക്കുന്ന സ്വച്ഛതാ ഹി സേവാ യജ്ഞത്തിന്റെ ഭാഗമായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ സ്വച്ഛ് ഭാരത് സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോഡ് ഉദ്ഘാടനം ചെയ്തു. യജ്ഞത്തിന്റെ ഭാഗമായി NSS സന്നദ്ധ പ്രവർത്തകർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ബോധവൽക്കരണ കലാപ്രകടനങ്ങൾ നടത്തി. സീനിയർ DMO ബ്രയോൺ ജോൺ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷയായ CPR പരിശീലന ബോധവൽക്കരണ യജ്ഞം ഹൃദയപൂർവ്വം ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നിയമസഭ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മറ്റന്നാളാണ് പരിപാടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരതുമായി സഹകരിച്ച് റിയാദിലെ ഇന്ത്യൻ എംബസി വികസിത് ഭാരത് റൺ സംഘടിപ്പിച്ചു. 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള കമ്മ്യൂണിറ്റി റണ്ണിൽ 200-ലധികം പേർ പങ്കെടുത്തു. ഗാസ മുനമ്പിൽ ഇസ്രയേൽ ഇന്ന് രാവിലെ നടത്തിയ ആക്രമണങ്ങളിൽ 25 പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടു. ഗാസയിലേക്കുള്ള സഹായങ്ങൾ അപര്യാപ്തമാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കോൾ സ്കൌ പറഞ്ഞു. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. നാളെ രാത്രി 8-ന് ദുബായിലാണ് മത്സരം. കേരള രാജ്ഭവൻ സംരംഭമായ ഇൻഹൌസ് ജേണൽ രാജ് ഹംസിന്റെ പ്രകാശനം നാളെ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ശശി തരൂർ MP ആദ്യ പ്രതി ഏറ്റുവാങ്ങും. ഇൻലാൻഡ് സ്പീഡ് പോസ്റ്റ് നിരക്ക് പുതുക്കി നിശ്ചയിച്ച് തപാൽ വകുപ്പ്. 50 ഗ്രാം വരെ ഭാരമുള്ള സ്പീഡ് പോസ്റ്റ് ഇനങ്ങൾക്ക് പുതുക്കിയ നിരക്ക് 19 രൂപയായിരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.